ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഗുഡ് മോർണിംഗ്. ഇന്നത്തെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കിരണും കല്യാണിയും വിചാരിക്കും സരുവിൻ്റെ ആ ഒരു സങ്കടം കാണുമ്പോഴേക്കും എന്തായാലും നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കിയാലോ കിരണേട്ടാ എന്ന് കല്യാണി പറയുമ്പോൾ കിരൺ പറയണ്ടേ, എന്തിനാണോ അന്വേഷിക്കാൻ നിൽക്കുന്നത്? അഥവാ നമ്മൾ അന്വേഷിച്ച് ആ കുഞ്ഞിനെങ്ങാനും കണ്ടുപിടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവൾ എന്താ പറയുന്നത് തനിക്കറിയാവോ? നമ്മളാണ് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയതെന്നും പിന്നീട് കേസും കാര്യങ്ങളൊക്കെ ആവുമെന്ന് പേടിച്ചിട്ട് നമ്മൾ തന്നെ കുഞ്ഞിനെ അവിടെ കൊണ്ടുപോയി വെച്ചെന്നൊക്കെയായിരിക്കും അവൾ പറയുന്നത്. ആ പറച്ചിലൊക്കെ നമുക്ക് കേൾക്കണോടോ, എന്തിനും നമ്മൾ വേണ്ടാത്ത പരിപാടിക്ക് നടക്കുന്നത് എന്ന് പറയുമ്പോൾ കല്യാണി പറയണ്ട്, അവൾ എങ്ങനെയോ ആയിക്കോട്ടെ, പക്ഷെ ആ കൊച്ചുമകൾ താരാൻറ്റിയുടെ കൊച്ചുമകളാണ്. അവളെ കാണാതായിക്കുന്ന താരാൻറ്റിയുടെ വിഷമം ഒന്ന് ആലോചിച്ച് നോക്കിയേ. താരാൻറ്റി ഇപ്പോൾ ജീവിക്കുന്നത് തന്നെ സരിയുവിനും ആ കുഞ്ഞിനെയും കാണാൻ വേണ്ടിയിട്ടാണ്. കിരണേട്ടനറിയാലോ, ആ കുഞ്ഞിനെ ഒന്ന് കാണാനും എടുക്കേണ്ട താരാൻറ്റി എന്തൊക്കെ സാഹസമാണ് കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസം വരെ അവരുടെ വീട്ടിൽ പോയപ്പോൾ സരു പിടിച്ചില്ലെന്നേ ഉള്ളൂ. ഇനിയും അതുപോലെ തന്നെ സാഹസമൊക്കെ ഉണ്ടാവും. മാത്രം ആ കുഞ്ഞെ കാണാതായിക്കന്നെ താരാൻറ്റിക്ക് അത് വിഷമം സഹിക്കാൻ പറ്റില്ല. നന്നെ ചെറുപ്പത്തിൽ സരു വിട്ടുപോയതിൻ്റെ വിഷമം തന്നെ താരാൻറ്റിക്ക് ഇപ്പോഴാണ് ഒന്ന് മാറി വരുന്നത്. ആ സമയത്ത് തന്നെ കൊച്ചുമകളെ കാണാതായ താരാൻറ്റിയുടെ അവസ്ഥയോ നമ്മൾ താരാൻറ്റിനെ കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി കേട്ടാ. ഇവിടെ സരിയൊന്നോ ഷാരിയൊന്നോ രാഹുലെന്നോ ഒന്നും അന്വേഷിക്കേണ്ട എന്നിങ്ങനെ പറയാണ്. താൻ പറഞ്ഞ ശരിയാണ്. ആ കുഞ്ഞിനെ കാണാതായെന്ന് അറിഞ്ഞാൽ താരാൻറ്റിക്ക് അത് സഹിക്കാൻ പറ്റില്ല. താരാൻറ്റി ഇതുവരെ സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. നമുക്ക് അന്വേഷിക്കാമോ, അന്വേഷിച്ച് എങ്ങനെയും കണ്ടുപിടിക്കാം എന്ന് നമ്മുടെ കിരൺ പറയുക കേട്ടോ. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കിരണും കല്യാണിയും കൂടിയിട്ട് പോലീസിന്റെ സഹായത്തോടും പിന്നെ അവരായിട്ട് ഇറങ്ങി തിരിക്കുകയാണ് സത്യങ്ങൾ അന്വേഷിക്കാനായിട്ട്. അങ്ങനെ സത്യങ്ങളൊക്കെ അന്വേഷിച്ച് നമ്മുടെ കിരണും കല്യാണിയും കുഞ്ഞിനെ ആരാണ് തട്ടിക്കൊണ്ടുപോയെന്നും അത് ഏത് ഭിക്ഷാടകനാണെന്നും അയാൾ എവിടെയാണെന്നുള്ള സത്യങ്ങളൊക്കെ കിരണും മനസ്സിലാക്കുകയാണ്. അതിനുശേഷം കല്യാണിയായിട്ട് പോവുകയാണ്. അപ്പം ആ കുഞ്ഞിനെയും കൊണ്ട് അയാൾ തെരുവിലായിക്കോട്ടെ കിടക്കുന്നുണ്ടാവുക. അങ്ങനെ ആ കുഞ്ഞിനെ കണ്ടുപിടിച്ച് കിരണും കല്യാണിയും കൂടിയിട്ട് ആ കുഞ്ഞിനെയും കൊണ്ടിട്ട് എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരുവാണ്. എടുത്തുകൊണ്ട് നമ്മൾ കല്യാണി പറയണ്ടേ, ഇത് നമ്മൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സരുവിനെ കൈ കൊടുത്തു കഴിഞ്ഞാൽ കിരണേട്ട പറഞ്ഞ പോലെ തന്നെ സംഭവിക്കും. അവൾ നമ്മളാണ് എടുത്തുകൊണ്ട് പോയത് പറഞ്ഞിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടാക്കുക. അപ്പം അതുകൊണ്ട് ഷാനിയുടെ കയ്യിലും രാഹുലിൻ്റെ കയ്യിലും കൊടുക്കാനും പറ്റില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ കുഞ്ഞിനെ ഇവിടെ വെക്കാം. കുഞ്ഞ് എന്തായാലും ഇപ്പം കരയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം കുഞ്ഞിന് നല്ല വിശപ്പുണ്ട്. അപ്പോൾ കുഞ്ഞ് കരയുമ്പോഴേക്കും കുഞ്ഞിനെ കരച്ചിൽ കേട്ട് സരു ഓടി വന്നിട്ട് കുഞ്ഞിനെ എടുത്തോളും എന്നിങ്ങനെ പറയുവാണ്. അപ്പോൾ നമ്മുടെ കിരണം പറഞ്ഞത് അത് നല്ലൊരു ഐഡിയ ആണ് കല്യാണി. അപ്പോൾ നമുക്കിവിടെ കിടത്താമെന്ന് പറയണം. അപ്പോൾ ആ കുഞ്ഞൊന്ന് കല്യാണി ആദ്യമായിട്ടാണല്ലോ ആ കുഞ്ഞിനെ എടുക്കുന്നത്. ആ കുഞ്ഞൊന്ന് എടുക്കുകയാണ് കല്യാണി. അതിനുശേഷം കുഞ്ഞിന് ശരിക്കൊരു ഉമ്മ കൊടുക്കുന്നുണ്ട്. കുറച്ചേരം ഇങ്ങനെ കല്യാണിയുടെ കയ്യിൽ കുഞ്ഞ് സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. കുഞ്ഞിനെ അവിടെ വെക്കണത് കല്യാണിക്ക് വല്ലാത്ത വിഷമമുണ്ട്. പക്ഷേ കല്യാണി അവിടെ തന്നെ അവരുടെ വാതിലിന് മുമ്പിൽ തന്നെ കുഞ്ഞിനെ വെക്കുവാണ്. ശേഷം അവിടെ നിന്ന് കിരണവും കല്യാണിയും കൂടി പോവുകയാണ്. എന്നിട്ട് അവരുടെ വീട്ടിൻ്റെ ജനലിൽ കൂടി നോക്കുക കേട്ടോ അവിടെ എന്താ സംഭവിക്കണമെന്ന്. അങ്ങനെ കിരണവും കണ്ണി പോയി കഴിയുമ്പോൾ തന്നെ കുഞ്ഞ് പെട്ടെന്ന് പൊട്ടിക്കരയുവാണ്. അപ്പോഴേക്കും കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കണ സരിയോ മുകളിൽ നിന്ന് ഓടി വരും കേട്ടോ. മനുവായിട്ട് കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നുണ്ട്. ഇല്ല സരിയോ എന്ന് എനിക്ക് തോന്നുന്നതാണ്. കുഞ്ഞിൻ്റെ കരച്ചിലൊന്നും ഇല്ല ഞാൻ കേട്ടു. എൻ്റെ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടിനെ എനിക്കറിയാൻ പറ്റും. എവിടെ നിന്നാണ് അവൾ കരഞ്ഞാലും എനിക്കറിയാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് സരിയോ നിലത്തേക്ക് ഓടി വരികയാണെങ്കിൽ എൻ്റെ മോളെന്ന് പറഞ്ഞിട്ട് ഓടി വരുമ്പോഴേക്കോ കുഞ്ഞിൻ്റെ കരച്ചിലൊന്നും ഇല്ല മോളെ, മോൾക്ക് തോന്നിയതാണെന്ന് ഷാരി പറയണില്ല. എൻ്റെ കുഞ്ഞ് കരഞ്ഞിട്ടുണ്ട്, എൻ്റെ കുഞ്ഞ് വിശക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സരിയോ വാതിൽ തുറക്കുകയാണ്. വാതിൽ തുറക്കുന്ന സരിയെ ഞെട്ടിപ്പോവുകയാണ്. തൻ്റെ കുഞ്ഞ് നിലത്ത് കിടന്ന് ഇങ്ങനെ കരയുവാട്ടോ. സരിയോ കുഞ്ഞിനെ വാരിയെടുക്കുകയാണ്. കുഞ്ഞിനെ കാണുന്നതും നമ്മുടെ മനോഹറും ഷാരിയും രാഹുലൊക്കെ ആകെ ഞെട്ടിപ്പോവുകയാണ്. ഈ കുഞ്ഞെങ്ങനെ ഇവിടെ വന്നു എന്ന രീതിയിൽ. അങ്ങനെ നമ്മുടെ സരിയോ കുഞ്ഞെ എടുത്തിട്ട് ഒരുപാട് ഉമ്മ വയ്ക്കുന്നുണ്ട്. കുഞ്ഞിനോട് സരിനുള്ള സ്നേഹം കാണുമ്പോഴും സരിയൊക്കെ കുഞ്ഞിനോടുള്ള സ്നേഹം കാണുമ്പോഴും ഷാരി ചെയ്ത് തെറ്റി മനസ്സിലാക്കുക കേട്ടോ. രാവിലെ നാശം പിടിക്കാട്ടെ എല്ലാം ഒന്ന് ഒതുങ്ങി വന്നതായിരുന്നു. വീണ്ടും ആ കുഞ്ഞിനെ ആരാ ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയത് എന്ന രീതിയിൽ രാഹുലിനും ആകെ ടെൻഷനാവാണ്. അതിനുശേഷം സരയും ഇങ്ങനെ പറയുന്നുണ്ട്, എന്നാൽ എൻ്റെ കുഞ്ഞ് തിരിച്ചിങ്ങടെ ഇവിടെ വന്നു എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ മനോഹർ പറയുന്നുണ്ട്, മോളെ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞു. മനോഹർ പെട്ടെന്ന് ഷാരിനെ രാഹുലിനെ നോക്കുകയാണ്. മനോഹർ വിചാരിക്കും അവരാണ് ആ കുഞ്ഞിനെ അവിടെ വെച്ചത്. കാരണം പോലീസ് കേസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്രശ്നമാകുമല്ലോ, അതുകൊണ്ട് അവർ തന്നെയായിരിക്കും കുഞ്ഞിനെ അവിടെ വെച്ചതെന്നാണ് മനോഹറും വിചാരിക്കുന്നത്. അങ്ങനെ മനോഹർ പറയുന്നത് കുഞ്ഞിനെ കിട്ടിയില്ല മോള് മുകളിൽ പോയിട്ട് കുഞ്ഞിനെ പാല് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി പറയാണ്. അങ്ങനെ സരി മുകളിൽ പോയിട്ട് കുഞ്ഞിനെ എടുത്തുകൊണ്ട് മുകളിലേക്ക് പോവാണ്. മനോഹർ പറയുന്നുണ്ട്, ഓഹോ അപ്പം നിങ്ങൾക്ക് പേടിയുണ്ട്, പോലീസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ മകള് സത്യം എന്നുള്ള പേടിയിലാണ് രണ്ടുപേരും കൂടി കുഞ്ഞിനെ കൊണ്ടുവന്ന് വെച്ചതല്ലേ, നന്നായി വളരെ നന്നായി എന്നൊക്കെ പറഞ്ഞ് മനോഹരം അവിടെ നിന്ന് പോവുകയാണ്. ഷാരി അടുത്ത് രാഹുൽ പറയുന്നുണ്ട്, ഷാരി സത്യം പറ, മോളുടെ വിഷമം കാണാതെ സഹിക്കാൻ പറ്റുന്നത് നീ കുഞ്ഞ അയാളുടെ കയ്യിൽ നിന്ന് മേടിച്ചിവിടെ കൊണ്ടുവന്ന് വെച്ചതാണോ? ഞാനോ? നിങ്ങളല്ലേ കുഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്? ഞാനൊന്നും അല്ലാതെ പറയാണ്. എന്തായാലും നമുക്കൊരു കാര്യം CCTV പരിശോധിക്കാമെന്ന് രാഹുൽ പറയുന്നുണ്ട്. അങ്ങനെ ആരും കാണേണ്ട രാഹുലും ഷാരിയും കൂടി റൂമിലേക്ക് പോയിട്ട് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുക കേട്ടോ. അതിൽ ക്ലിയർ ആയിട്ട് കാണാം കിരണും കല്യാണിയും കൂടിയിട്ടാണ് കുഞ്ഞിനെ അവിടെ കൊണ്ടേ വെച്ചതെന്നുള്ള കാര്യം. അത് മനസ്സിലാക്കുന്ന ഷാരി രാഹുൽ ആകെ ഞെട്ടിപ്പോവാണ്. രാവിലെ തന്നെ കിരൺ അങ്ങോട്ട് രാഹുലിന്റെ വീട്ടിലേക്ക് വരും കേട്ടോ. രാഹുലിന്റെ വീട്ടിൽ ബെല്ലടിക്കുമ്പോൾ രാഹുൽ തന്നെയാണ് വാതിൽ തുറക്കുന്നത്. കിരണിനെ കാണുന്നത് രാഹുൽ വളരെ ദേഷ്യത്തോടു കൂടി തന്നെ കിരണിനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ
കിരൺ പറയണ്ട നിങ്ങളുടെ പദ്ധതികളൊക്കെ ഞാൻ പൊളിച്ചോണ്ടാണോ എന്നോട് ഇത്ര ദേഷ്യത്തിൽ നോക്കുന്നത്? അതേടോ, നിങ്ങൾക്ക് നാണമില്ലേ? സ്വന്തം മോളുടെ കുഞ്ഞ്, അതിപ്പോ മനോഹറിന്റെ ആണെങ്കിൽ തന്നെ അവന്റെ ഫ്രോഡാണെന്ന് നിങ്ങൾ അറിഞ്ഞോണ്ടല്ലേ? ഇപ്പൊ ഫ്രോഡല്ലെന്ന് അറിഞ്ഞെങ്കിൽ നിങ്ങൾ ആ കുഞ്ഞെ സ്നേഹിക്കുമായിരുന്നില്ലേ? ഇവിടെ എന്തോ ആയിക്കോട്ടെ, ആ കുഞ്ഞ് ചെറിയ കുഞ്ഞല്ലേ, ആ കുഞ്ഞ് എന്തറിയാ? തന്റെ മോളുടെ സ്വന്തം ചോരയിലിടോ അത്, അതെങ്ങനെ തനിക്ക് ആലോചിച്ചൂടെ എന്ന് പറയണം. പിന്നെ ഷാരി അവരെന്ത് ചെയ്താലും കുഴപ്പമില്ല, കാരണം അവരുടെ മകളല്ല സാരിയോ, പക്ഷെ നിങ്ങളുടെ സ്വന്തം മകളല്ലേടോ, എന്തിനാണോ ഇങ്ങനത്തെ ഒരു ദ്രോഹം? എത്ര ദുഷ്ടിയാണ് സ്വന്തം മോളോട് ചെയ്യണത്? സത്യം പറയാൻ ആ കുഞ്ഞിനെ കണ്ടുപിടിച്ച് സാരിയുടെ വിഷമം സഹിക്കാൻ പറ്റാതെ കല്യാണിയാണ് എന്നോട് പറഞ്ഞത് എങ്ങനെയാ കുഞ്ഞിനെ കണ്ടുപിടിക്കാന്ന്. ഞാനും കല്യാണി രാത്രി ഫുള്ളും അന്വേഷിച്ചിട്ടാണ് ആ കുഞ്ഞിനെ കണ്ടുപിടിച്ചത് എന്ന് കിരൺ രാഹുലിനോട് പറയാണ്. പെട്ടെന്നാണ് സരിയു അതിനെ കൂടി പാസ് ചെയ്യുമ്പോൾ ഈ സത്യങ്ങൾ സംസാരിക്കുന്നവർ സരിയു കേൾക്കണം കേട്ടോ. സരിയു പതുക്കെ ഒളിഞ്ഞു നിൽക്കുവാണ് ഇവരുടെ സംസാരം കേൾക്കാനായിട്ട്. അങ്ങനെ കിരൺ പറയുന്നുണ്ട്, നിങ്ങൾക്ക് നാണമില്ല കുഞ്ഞിനെടുത്ത് മാറ്റാനായിട്ട്? നിങ്ങളുടെ ഭാര്യ കൂടെ ചെയ്ത തെറ്റ് എത്രമാത്രം തനിക്ക് അറിയാവോ? ഞാനും കല്യാണി എത്ര കഷ്ടപ്പെട്ടാണ് ആ കുഞ്ഞിനെ കണ്ടുപിടിച്ചെന്ന് അറിയാവോ? അത് സരയുടെ ഇഷ്ടം കൊണ്ടോ നിങ്ങളുടെ ഇഷ്ടം കൊണ്ടോ ഷാരിയുടെ ഇഷ്ടം കൊണ്ടോ ഒന്നുമല്ല. എന്തുകൊണ്ടാണ് ഞങ്ങൾ ആ കുഞ്ഞിനെ കണ്ടുപിടിച്ചത് തനിക്കറിയാവോ എന്ന് ചോദിക്കുകയാണ്. രാഹുൽ ഒന്നും മിണ്ടാതിരിക്കുകയാണ്. സരിയു കാതോർത്തിരിക്കട്ടെ എന്താണ് സത്യം എന്ന് അറിയാൻ വേണ്ടി. കിരൺ പറയണ്ട, അതെ ഞങ്ങളുടെ താരാന്റിയുടെ കൊച്ചുമകളായതുകൊണ്ട് ആ കാരണം കൊണ്ട് മാത്രമാണ് ആ കുഞ്ഞിനെ ഞങ്ങൾ കണ്ടുപിടിച്ചത്. താരാന്റിക്ക് സഹിക്കാൻ പറ്റില്ല ആ കുഞ്ഞിനെ കാണാതായിക്കാൻ. സരിയു വിഷമിക്കുന്ന പോലെ തന്നെ താരാന്റി വിഷമിക്കും, പക്ഷെ താനും തന്റെ ഭാര്യയൊന്നും വിഷമിക്കില്ല. കാരണം എന്താണെന്നറിയാമോ? നിങ്ങളുടെ ആരും അല്ലല്ലോ ആ കുഞ്ഞ്, നിങ്ങൾക്കൊരു തരിമ്പ് പോലും സ്നേഹമില്ല. സരിയു സ്നേഹിക്കുന്ന പോലെ തന്നെ താരാന്റിയും ആ കുഞ്ഞിനെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണോ ഞങ്ങൾ ആ കുഞ്ഞിനെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് ഇവിടെ കൊണ്ടു വെച്ചത് എന്ന് പറഞ്ഞിട്ട് കിരൺ അവിടെ നിന്ന് പോകുക കേട്ടോ. ആ സത്യങ്ങൾ മനസ്സിലാക്കുന്ന സരിയു ആകെ ഞെട്ടിപ്പോവുകയാണ്. ഇതിന്റെ സത്യം എങ്ങനെയെങ്കിലും മനസ്സിലാക്കിയേ പറ്റൂ എന്ന് സരിയു വിചാരിക്കുകയാണ്. അങ്ങനെ സരിയു ഷാരിയുടെ പറഞ്ഞ, അമ്മയുടെ മുടിയൊക്കെ ആകെ പോയല്ലോ, അമ്മ ആകെ ടെൻഷൻ അടിച്ചടിക്കും, മുടി ഞാൻ ചീവിത്തരാം എന്ന് പറഞ്ഞിട്ട് സരിയു റൂമിലേക്ക് വിളിച്ചുകൊണ്ട് പോകുകയാണ്. ശേഷം ഒരു ചീപ്പ് എടുത്തു വന്നിട്ട് നമ്മുടെ ഷാരിയുടെ മുടിയൊക്കെ ഇങ്ങനെ ഒതുക്കി കൊടുക്കുക കേട്ടോ. സരിയുവിന്റെ ഉദ്ദേശം എങ്ങനെയെങ്കിലും മുടി എടുക്കണം, മുടി എടുത്തിട്ട് അത് DNA ടെസ്റ്റിനെ വിടണം, അതാണ് സരിയുവിന്റെ ഉദ്ദേശം. അങ്ങനെ ഷാരിയുടെ മുടിയൊക്കെ ഒതുക്കി കൊടുക്കുകയാണ് സരിയു. ഇപ്പം നല്ല മിടുക്കിയായിട്ടുണ്ട്, മോള് വീണ്ടും എന്നെ പഴയ പോലെ തന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടല്ലോ, എൻ്റെ അമ്മയല്ലേ, എനിക്ക് സ്നേഹിക്കാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഷാരിയുടെ മുഖം മാറട്ടെ. എന്താ അമ്മയുടെ മുഖം മാറിയത്? ഒന്നുമില്ല മോളെ, അതെ ഞാൻ നിന്റെ അമ്മയാ, നിന്റെ മാത്രം അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഷാരി അവിടുന്ന് പോകുന്നുണ്ട്. ശേഷം സരിയു വേഗം ബാഗൊക്കെ എടുത്തിട്ട്, മനുവേട്ടൻ ഞാൻ ഇപ്പോൾ വരാട്ടോ, എനിക്കൊരു പെട്ടെന്നൊരു പർച്ചേസ് ഉണ്ട്, എവിടെയാ പോണ മോളു? ഞാൻ പോയിട്ട് വരാം. മനുവേട്ടൻ കുഞ്ഞിൻ്റെ അടുത്തുനിന്ന് എവിടെയും മാറല്ലേ, ഇവിടെ തന്നെ നിൽക്കണമെന്ന് പറയാണ്. ശേഷം ആ മുടിയായിട്ട് സരിയു പരിചയമുള്ള ഒരു DNA പരിചയമുള്ള പെണ്ണിൻ്റെ അടുത്തേക്ക് പോകുകയാണ്. ആ മുടി നാരിഴ കൊടുക്കുകയാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയുടെയാണ്. അവൾക്കൊരു ഡൗട്ട്, ഇത് ഫ്രണ്ടിൻ്റെ അമ്മ തന്നെയാണോ അവളുടെ കൂടെ ഉള്ളതെന്ന്, അതുകൊണ്ട് ഇതൊന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ സരിയുടെ ഫ്രണ്ട് ആയിട്ടുള്ള അവരത് പരിശോധിക്കുകയാണ്. ശേഷം റിപ്പോർട്ട് കിട്ടുമ്പോഴേക്കും സരിയുവിനെ വിളിക്കുകയാണ്. റിപ്പോർട്ട് ആയിട്ടുണ്ട്, വരണം കാണണം എന്നൊക്കെ പറഞ്ഞ് വിളിക്കുക കേട്ടോ. അങ്ങനെ സരിയുവിനെ കാണാൻ വേണ്ടി പോവുകയാണ്. സരിയോട് പറയുന്നത്, നീ കൊണ്ടുവന്ന മുടി നാരിഴ ഉണ്ടല്ലോ, അത് അവർ രണ്ടേയും അമ്മയും മകളും അല്ല എന്ന് പറയാണ്. അത് മനസ്സിലാക്കുന്ന സരിയു ആകെ ഞെട്ടിപ്പോവാണ്. സരിയു മനസ്സിലാക്കാണ് സത്യം, അതെ താര തന്നെയാണ് തൻ്റെ അമ്മ എന്നുള്ള സത്യം സരിയു മനസ്സിലാക്കാട്ടോ. അങ്ങനെ സരിയു അങ്ങനെ ദുഷ്ടിയാകുമൊന്നുമില്ല, താരനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കൂല, പകരം താരനെ ചേർത്ത് നിർത്തും. അതെ തൻ്റെ അമ്മയാണ്, തന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് തൻ്റെ അമ്മ, ഈ ലോകത്ത് സ്നേഹിക്കുന്നത് തൻ്റെ അമ്മ തന്നെയാണ് താര. താൻ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്, എന്നിട്ട് തൻ്റെ അടുത്തേക്ക് വീണ്ടും ഓടിയെത്തിയവരാണ് അവർ. തൻ്റെ അച്ഛൻ പ്രണയിച്ച് പറ്റിച്ചവരാണ്. അവരെന്ത് തെറ്റ് ചെയ്തു? അവർ പണമില്ലാതെ ജീവിച്ചത് അവരുടെ തെറ്റാണോ? അങ്ങനെ സരിയു പതുക്കെ അന്ന് മനസ്സിലെ നന്മകളൊക്കെ വരുവാണ്. അങ്ങനെ താരനെ സ്നേഹിച്ചു തുടങ്ങുകയാണ്. അങ്ങനെ സരിയു താരനെ സ്നേഹിച്ചു തുടങ്ങുമ്പോഴേക്കും ഷാരി ആകെ തകർന്നു പോവാട്ടോ. ഷാരി ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് തൻ്റെ മോൾക്ക് വേണ്ടിയാണല്ലോ, അതെല്ലാം തന്നെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായി പോവുകയാണ്. അങ്ങനെ താരയും അതുപോലെ തന്നെ സരയും കുഞ്ഞും ഒക്കെ ഒന്നാകുമ്പോഴേക്കും ഷാരിയുടെ പതനമാണ് അവിടെ തുടങ്ങുന്നത്. മാത്രമല്ല ഇനി മനോഹർ ഫ്രോഡാണെന്നുള്ള സത്യം മാത്രം നമ്മുടെ സരിയു അറിഞ്ഞാൽ മതി. താര അമ്മയാണെന്നുള്ള സത്യമൊക്കെ അറിഞ്ഞു. അത് ആദ്യമൊന്നും സരിയു പുറത്തേക്കിൻ്റെ സ്നേഹം കാണിക്കില്ലെങ്കിലും പിന്നീട് പതുക്കെ സരിയു താരടുത്തുള്ള ഇഷ്ടം കാണിക്കുന്നില്ല. സ്വന്തം അമ്മയായതുകൊണ്ട് തന്നെ ആ ഒരു അറ്റാച്ച്മെൻറ്റ് താരടുത്ത് ഉണ്ടാവും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുടെ വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.